ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് അടിപൊളി ഒരു ചോക്ലേറ്റ് ക്രീം കേക്ക് ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 35 രൂപയുടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ബിസ്ക്കറ്റ് വേറെ അതിൻ്റെ ക്രീം വേറെ ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉറപ്പ്. ഇതിലിപ്പോൾ 26 ബിസ്ക്കറ്റ് ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ ക്രീമൊക്കെ വേറെ വേറെ ആക്കിയെടുക്കാം. ഇച്ചിരിയേ ഉള്ളൂ ക്രീം. ഇതിൻ്റെ ക്രീമൊക്കെ എടുത്തൽ കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു ജാറ് വെച്ചിട്ട് ഈ ബിസ്ക്കറ്റ് മാത്രമേ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. നമുക്ക് മിക്സി പൊടിച്ചു കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് പൊടിക്കണേ. ഇത് കണ്ടില്ലേ, ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പാലൊഴിക്കുമ്പോൾ റെഡി ആയിക്കോളും. മാക്സിമം നന്നായിട്ട് പൊടിക്കുക. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് കൊട്ടാം. ഇതിലിനി ഒരു 3/4 കപ്പ് പാലൊഴിക്കുക. ഇതിൽ പാലൊഴിക്കുമ്പോൾ തണുപ്പും പാടില്ല ചൂടും പാടില്ല. അഥവാ തിളപ്പിക്കുകയാണെങ്കിൽ നല്ല ചൂടാറ്റിയിട്ട് വേണം ഇതിൽ ഒഴിക്കാൻ. തണുപ്പിന്ന് പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സാധാ പോലെ നല്ല തണുപ്പ് മാറിയിട്ട് വേണം ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ചെറിയ 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 കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. തരി വല്ലതും ഉണ്ടെങ്കിൽ കുതിർന്ന് വരട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് ആയ നമുക്ക് ഇനി ഇതിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ, ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മാറരുത് ഇടുമ്പോൾ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റ് നമ്മൾ വെച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ അതിൽ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാലിൽ കുതിർന്ന് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് അത് കലങ്ങിക്കോളും. അതിനാണ് 5 മിനിറ്റ് വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, തരി ഒന്നുമില്ലാതെ നല്ല രീതിയിൽ വന്നു. അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കണ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല. ഈ ബിസ്ക്കറ്റിൽ തന്നെ പഞ്ചസാര ഇഷ്ടം പോലെ ഉണ്ടാവും, മധുരം. അത് മതി, അതുകൊണ്ടാണ് ഞാൻ മധുരം ഇടാത്തത്. അങ്ങനെ മാവൊക്കെ കലക്കി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ളൊരു അലുമിനിയം പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല, പക്ഷെ ബട്ടർ പേപ്പർ ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഞാനിത് ഇവിടെ ഉണ്ടാക്കുന്നത് ഓവനിലല്ല, കുക്കറിലാണ്. നമ്മളൊരു കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ആ കുക്കറിൽ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കും എടുക്കാൻ. സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല, അതിനനുസരിച്ചുള്ള പാത്രം എടുത്തിട്ട് വേണം ഒഴിക്കാൻ. അതില്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഇറക്കി വെക്കാൻ പോയാൽ അതിൽ ഇറങ്ങില്ല. അപ്പം നമ്മളാകെ വിഷമിക്കുക. അതുകൊണ്ടാണ് അളവ് നോക്കിയിട്ട് വേണം പാത്രം എടുക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കുക്കറിലാണ് വെക്കുന്നത്. നനവില്ലാത്ത കുക്കറാവണം. നമുക്ക് ഇനി ഇതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ചട്ടി നനവുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നമ്മൾ കേക്ക് പാത്രം ഡയറക്റ്റായിട്ട് ഉപ്പിൽ വെക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിതാ ഈ ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ ഒരു തട്ടിടുന്നുണ്ട്. ചിലവരടുത്ത് സ്റ്റാൻഡൊക്കെ ഉണ്ടാവും കുക്കറിൽ വെക്കണ
ഇഡലി തട്ടിലൊക്കെ വെക്കുന്ന സ്റ്റാൻഡുകൾ ഉണ്ടാവും, അത് വെച്ചാലും മതി. അതിന് പകരമാണ് ഞാനിപ്പോൾ ഇത് വെച്ചത്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്കിതൊന്ന് മൂടി വെക്കാം. കുക്കറൊക്കെ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മളിനി ഒരു 45 മിനിറ്റ് മീഡിയം തീയിലിരുന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഈർക്കിൽ കൊണ്ട് കുത്തി നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ നമ്മളൊരു 10-20 മിനിറ്റ് കൂടുതൽ വെച്ച് വെക്കാം. അപ്പം നമ്മുടെ കേക്ക് റെഡിയാവും. നമുക്കിനി ഉള്ളു വെന്തിക്കണമെന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലെ ഒരു നനവും ഇല്ല കേട്ടോ. കണ്ട, നന്നായിട്ട് നമ്മളെ കേക്ക് ആയിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ചൂടാറട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ചൂടാറി ബട്ടർ പേപ്പറൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ള ക്രീം ഉണ്ടാക്കാം. ഇനി ഇത് നമ്മൾ ബിസ്ക്കറ്റിൽ നിന്ന് എടുത്ത ക്രീം തന്നെ കേട്ടോ. ഒന്ന് നമുക്ക് മിക്സാക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിൽ ഇച്ചിരി പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഒന്ന് ഇളക്കാം. അങ്ങനെ കേക്കിൻ്റെ നടുവിൽ തേച്ച് കൊടുക്കാനുള്ള ക്രീം റെഡിയായി. ഞാനിനി ഇവിടെ ഈ കേക്കിലിൻ്റെ മേലെ ക്രീം ഒഴിക്കാൻ വേണ്ടിയിട്ട് ക്രീം സെറ്റാക്കുകയാണ്. അതിന് ഞാനിവിടെ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഈ പാത്രം വെള്ളം ചൂടാക്കിയിട്ട് ഈ പാത്രം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നൊന്നായിട്ട് പിറക്കിയിടുകയാണ്. ചോക്ലേറ്റിന് നന്നായിട്ട് ഉരുകട്ടെ. എന്ത് ചോക്ലേറ്റും പറ്റും കേട്ടോ. ചോക്ലേറ്റ് ഇതാ ഉരുകി വരുന്നുണ്ട്. നമുക്കിത്ര കട്ടി ആവശ്യമില്ല. കുറച്ച് ചൂടാറുമ്പോൾ നല്ല കട്ടിയാവും. അതുകൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് കിടന്ന് മിസ്സാവട്ടെ. കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് എടുക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ 2ആയിട്ട് സെയിമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ക്രീം പുരട്ടിയിട്ട് ഈ ഭാഗം വേണം അടിയിൽ വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി നമുക്കതിൽ ക്രീം പുരട്ടി കൊടുക്കാം. ഈ ക്രീം നമുക്കിതിൽ നന്നായിട്ട് മൊത്തത്തിൽ ഇത് പൊതിഞ്ഞ് പുരട്ടി കൊടുക്കാം. ഇതേപോലെ. ഇത് നമ്മുടെ ബിസ്ക്കറ്റിൽ നിന്ന് എടുത്ത ക്രീം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുക്കി വെച്ച ചോക്ലേറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് 4 സൈഡും. അങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ചെടുത്ത് നിങ്ങൾക്ക് പിടിച്ച രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ഞാനിതാ ഇങ്ങനെയാണ് എടുത്തത്. എനിക്ക് ഡിസൈൻ ചെയ്യാനൊന്നും അറിയത്തില്ല. അറിയണതുപോലെ ഞാനൊന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനേക്കാളും നല്ല ഭംഗിയിൽ മേക്കപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.